കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ മനസ്സ് നീറി നെഞ്ചു പൊടിഞ്ഞ് വിവിധങ്ങളായ മനഭാരങ്ങളോടെ നിൽക്കുന്ന ഓരോ മക്കളെയും നിന്റെ തിരുമുറിവാർന്ന മരിച്ചുയർത്തെഴുന്നേറ്റ മഹത്വപൂർണമായ സ്പർശിക്കണമേ. എക്കാലങ്ങളിലും ഓൺലൈനിലെ ആരാധന കൂടുമ്പോഴ് കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരുടെ മേൽ ചൊരിയട്ടെ. എല്ലാവരും കർത്താവിന്റെ സാക്ഷികളായി സ്വർഗ്ഗത്തിന്റെ അടയാളങ്ങള് സംവഹിക്കാൻ സൗഖ്യമായി വിടുതലായി അഭിഷേകം നൽകണമേ. വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, വീടില്ലാത്തവരെ, ജോലി സംബന്ധമായ എല്ലാ പരിശ്രമങ്ങളും തകർന്നു പോകുന്നവരെ, ഒരു വരുമാനമില്ലാത്തവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് കുഴങ്ങുന്നവരെ, അവരുടെ മേലെല്ലാം സങ്കീർത്തനം 32:8 പ്രാർത്ഥിക്കുന്നു. നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്ന് കർത്താവേ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് വെളിപ്പെടുത്തിയ കർത്താവേ, എല്ലാ മക്കളും ഒരുമിച്ച് മനക്കുഴക്കത്തോടെ ജീവിതം ഇരുട്ടിൽ തപ്പുന്നവരെ നിന്റെ പ്രകാശം സങ്കീർത്തനം 119 പ്രാർത്ഥിക്കുന്ന പാതയ്ക്ക് വിളക്കും പാദത്തിന് പ്രകാശവുമായ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾക്ക് പ്രത്യേക വെളിച്ചം നൽകണമേ, ആശ്വാസം നൽകണമേ, ധൈര്യം നൽകണമേ, അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാക്ഷ്യ വിചാരത്തിനായി നമ്മൾ ഇന്ന് ഉടമ്പടി ധ്യാനത്തിൽ എടുക്കുന്നത് ഒരു മാതൃകാ സാക്ഷ്യം എന്ന് പറയുന്നത് കൃപാറോയിയുടെ സാക്ഷ്യമാണ്. കൃപാറോയി ഒരു BSc കംപ്ലീറ്റ് ചെയ്ത ഒരു നേഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അവർക്കൊരു 22 വയസ്സുണ്ട്. പക്ഷെ അവരുടെ സാക്ഷ്യം ഇട്ടതിന് ശേഷം പെട്ടെന്നത് 88,000 അതിൻ്റെ വ്യൂവേഴ്സ് കൂടി. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൻ്റെ ചില സാക്ഷ്യങ്ങൾ എങ്ങനെ ഇട്ടാലും ഒരു 20,000 അപ്പുറത്ത് പോകത്തില്ല. പക്ഷെ ഇത് പെട്ടെന്നാണ് ഈ സാക്ഷ്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു സത്യമുള്ളത് കൊണ്ടാണ്. നമ്മളെപ്പോഴും നമുക്കറിയാമല്ലോ, ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഉടമ്പടി 2 കാര്യങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് ഈ മഹത്വം ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്ന സോക്കോൾഡ് ബ്ലെസ്സിങ്സ്, അത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. പക്ഷേ അത് സ്പീഡപ്പ് ആകണത്. ഇപ്പോൾ ഫിസിക്കാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരാത്മകത, ജഡത്വം, അതിൻ്റെ അകത്ത് ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, മക്കളുണ്ട്, പ്രൊമോഷനുണ്ട്, PR ഉണ്ട്, അതെല്ലാം പല കാര്യങ്ങൾ കൊണ്ടാണ് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിന് നമുക്ക് ബ്ലെസ്സിങ്സാണ് വേണ്ടത്. ഈ ബ്ലെസ്സിങ് തന്നെ നമുക്ക് ലഭിക്കുന്നതിന് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ഉടമ്പടിയുടെ ഫോർമുല അതാണ്. ബ്ലെസ്സിങ്സ് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സ്പീഡപ്പ് ചെയ്യണത്, അതിൻ്റെ അനുധാരികൾ എന്താണ്, അതാണ് ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത്, പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ ആരാധനയിലൂടെ അങ്ങയെ അടുത്തനുഭവിക്കാൻ കർത്താവിന്റെ വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്റെ ഏകജാതനെ അടുത്ത മഹത്വത്താൽ ഉടമ്പടി വഴി ഞങ്ങളെയും അങ്ങ് മഹത്വപ്പെടുത്തണമേ. അതിനായി സ്വർഗത്തിന്റെ പാഠങ്ങൾ ഞങ്ങളെയും പഠിപ്പിക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ഈശോയെ ഞങ്ങൾക്ക് ലോകത്തിന് നൽകിയതുപോലെ കാലങ്ങളിലെ മരിയൻ മിഷനായി യേശുവിനെ സ്വീകരിക്കാനും യേശുവിനെ ലോകത്തിന് കൊടുക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി അമ്മേ ദേവമാതാവേ, മാതാവേ, ഈ ആരാധനയിലെ മാധ്യസ്ഥം വഹിക്കണമേ. മക്കൾക്ക് വേണ്ടി കൃപയുടെ സാക്ഷ്യത്തിൻ്റെ ഫസ്റ്റ് ഭാഗം ഇതാണ്. അവൾ കേരളത്തിലെ നല്ല ഒരു ട്രെയിനിങ് കോളേജിലാണ് പഠിച്ചത്, OITക്കൊക്കെ പഠിച്ചതേ. പക്ഷേ അത് എല്ലാം C+ ആയിപ്പോയി. അപ്പോൾ നമ്മൾ വരുന്ന വഴികൾ എപ്പോഴും ഇതുപോലെയുള്ള ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഡൗണായി പോകരുത്. നമ്മൾ ഡൗണായി പോകുന്ന സാഹചര്യങ്ങളും സത്യത്തോടെ ദൈവത്തിൻ്റെ കൈകളിൽ പിടിക്കാനാണ്. നമ്മളെല്ലാവരും കൈകളിൽ പിടിക്കുന്നവരാണ്. പിടിച്ചില്ല സത്യമില്ല, നുണമുണ്ടാകും കുറേ. അത് ബൈബിൾ അത് അംഗീകരിക്കണില്ല, അതാണ് പ്രശ്നം. നീ എപ്പോഴും നോക്കേണ്ടത് നിൻ്റെ ദൈവത്തിലുള്ള റിലയൻസ്, ആശ്രയം സത്യമാണോ എന്ന് നോക്കണം. അതെപ്പോഴും ഭയങ്കര കാര്യം. നമ്മൾ ബൈബിളിൽ തന്നെ ഫിഡലിറ്റി എന്നൊക്കെ പറയും. ഫിഡലിറ്റി സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ ബൈബിളിൽ ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത് ഫെയ്ത്ത് അല്ല, ഫിഡലിറ്റിയാണ്. വിശ്വാസമല്ല, വിശ്വസ്തതയാണ്, അല്ലേ? പക്ഷേ വിശ്വസ്തത പോലും നമ്മുടെ സം ടോട്ടാലിറ്റി നമ്മുടെ അതിൻ്റെ ആധ്യാത്മികതയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ കൃപ ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് സത്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃപ റോയി എന്താ ചെയ്യണത്? അടുത്തത്, അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ഇവിടെ ഹോസ്റ്റലിൽ. അപ്പോൾ ഇവർ എല്ലാം C+ അടിച്ച് തൊപ്പി വിട്ടൊക്കെ ഇരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൃപ റോയി ഈ കുഞ്ഞിനോട് പറയും, നീ കൃപാസനം ചെല്ലേ, അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുക്കാൻ പറയും. അപ്പോൾ നമുക്കറിയില്ല, ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ബയലാട്രൽ എഗ്രിമെൻറ്റാണ്, അല്ലേ? നമ്മൾ സാധാരണ സിംഗിൾ എഡ്ജ് പ്രെയർ അതിൻ്റെ റിസർട്ടേഷൻ അതിൻ്റെ മെക്കാനിസത്തിൽ നിന്ന് ആ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ നേരെ ചേഞ്ച് ചെയ്യുകയാണ്. കാര്യം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സിംഗിൾ എഡ്ജാണ് ഉള്ളത്. അത് എന്താണത് ഗ്യാരണ്ടി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഗ്യാരണ്ടി ചെയ്യണില്ല. നമ്മൾ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി അതിൻ്റെ തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യണില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ഒരു കേവല വിശ്വാസത്തിലാണ് നമ്മളതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ സത്യമായി നമ്മൾ വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളതിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. സത്യമാണത്. അപ്പോൾ കൃപ റോയി വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഈ പരീക്ഷ തന്നെ വീണ്ടും എഴുതുമ്പോൾ ഈ 4 C+ എന്നുള്ളത് ചേഞ്ച് ചെയ്യും. 2 C+ ആയിട്ടത് വ്യത്യാസപ്പെടും. ബാക്കിയെല്ലാം BA വരും. കുറച്ച് ഗ്രോത്ത് ഉണ്ട്, ഒരു 50% ഗ്രോത്ത് വരും ഉടമ്പടി എടുക്കുമ്പോൾ. പലർക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫേസിൽ, ഉടമ്പടിയുടെ ഫസ്റ്റ് ഫേസിൽ
സാധാരണ നിലവാരത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് വരുന്നുണ്ട്. അതെല്ലാം എന്ത് വിഷയമായാലും പഠനത്തിൻ്റെ തന്നെയല്ല, ജീവിതത്തിൻ്റെ ആയാലും, കേസിൻ്റെ ആയാലും, മക്കളില്ലാത്ത അവസ്ഥയായാലും, വിവാഹം ഒത്തുവരാത്ത അവസ്ഥയായാലും, ഇപ്പോൾ സ്ഥലം വിൽക്കണ വിഷയമായാലും, ആധ്യാത്മിക ജീവിതമായാലും ഒരു 10% ഹൈക്ക് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു 20% ഹൈക്ക് കിട്ടും. അപ്പോൾ ചില ആൾക്കാരെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വർക്ക് ചെയ്യണം, പിന്നെ ഉടമ്പടി സെക്കൻഡ് ഫേസിൽ വർക്ക് ചെയ്യണത്, അതുപോലെ ആ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഉടമ്പടിയെക്കുറിച്ച് എഡ്യൂക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവരാ പഴയതുപോലെ തന്നെ ചെയ്യും. പക്ഷേ കൃപാറോയി ഭയങ്കര ഷ്രൂഡ് ആൻഡ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റാണ്. അവർക്ക് എന്താ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് C+ കുറഞ്ഞു പക്ഷേ എല്ലാം B ആകാഞ്ഞത് എന്താണ്? അപ്പോൾ ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇൻട്രോസ്പെക്ഷനായി എല്ലാവരും ഉടമ്പടി എപ്പോഴും നമുക്ക് ഇൻട്രോസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമുക്ക് ആന്തരിക വിചാരണ, നിരീക്ഷണമല്ല, ആന്തരിക വിചാരണ നടത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഉടമ്പടി പക്കയായിട്ടാണോ അത് എക്സിക്യൂട്ട് ചെയ്യണത്? കാര്യം ദൈവത്തിൻ്റെ സ്ഥാനത്തു നിന്നുള്ള പ്രത്യേകത, ദൈവത്തിന് ഒറ്റ വാക്യമുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് ഒറ്റ വാക്കായിരിക്കും, അത് സത്യമായ വാക്കായിരിക്കും. ഇപ്പോൾ 22:6 ഇല്ലേ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 22:6, റൈറ്റ് ഡൗൺ ദിസ് വേർഡ് ഈസ് ട്രസ്റ്റ് വർത്തി. നിങ്ങൾ എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും. റീഡ് ഇറ്റ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. വെളിപാട് 22:6. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അതായത് വചനം എന്ന് അത് നമുക്കറിയാം, വാക്കാണ്. അത് കേവലമായ വാക്കുകളൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. വാക്കുകളെല്ലാം വാഗ്ദാനങ്ങളാണ്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം എന്താ വെച്ചിരിക്കണത്? ദാനം വെച്ചിട്ടുണ്ട്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ ദാനമാണ് നമുക്ക് പ്രയോജനപ്പെടേണ്ടത്. വാക്ക് ഒരു കവറേജാണ്, അതിൻ്റെ ഒരു പൊതിച്ചിലാണ്, ശബ്ദം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. ഈ ശബ്ദത്തിൻ്റെ ഉള്ളിൽ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ, അനുദിന ജീവിതത്തിൻ്റെയും വരാൻ പോകുന്ന നിത്യജീവിതത്തിൻ്റെയും സ്വർഗീയ ദാനങ്ങൾ വാക്കിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ വാഗ്ദാനം നമ്മളെന്താ ചെയ്യണത്? വാഗ്ദാനം പ്രാപിക്കുകയാണ് ചെയ്യണത്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? എന്താ പറഞ്ഞത്? ഒന്ന് പ്രാർത്ഥിച്ച്. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് അല്ലേ? സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് കൈയടിച്ച് കർത്താൻ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വാക്കുകളെല്ലാം വായിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഇതിനകത്തുള്ള ദാനങ്ങളെ പ്രയോജനപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഇപ്പം ഉടമ്പടിയിൽ 1/2 മണിക്കൂർ വചനം വായിക്കണ്ടേ? അപ്പോൾ എന്തിനാണ് വചനം വായിക്കണത്? ആ വാക്കിൻ്റെ ഉള്ളിലെല്ലാം ദാനങ്ങളുണ്ട്. അതിലെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതാണത്. എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ഹെബ്രായർ 4:2 എന്താണ് പറഞ്ഞ്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്തെന്നാൽ അവരതിലെ വിശ്വസിച്ചില്ല. അപ്പോഴേ വചനങ്ങളെല്ലാം പ്രയോജനപ്പെടാനുള്ളതാണ്. പക്ഷെ എപ്പോഴാണ് പ്രയോജനപ്പെടുന്നത്? നമ്മൾ എപ്പോഴാണ് അതിൽ വിശ്വസിക്കുന്നത്? പക്ഷേ വിശ്വസിക്കുമ്പോൾ എപ്പോഴും ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ ചുണ്ടുകൊണ്ട് ചൊല്ലിയാൽ വിശ്വാസത്തിൻ്റെ ഫുൾ സ്വിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഹെബ്രായർ 4:2 എന്താ പറയണത്? എന്ന് പറഞ്ഞ് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരതിൽ വിശ്വസിച്ചില്ല. അപ്പം ദൈവം എപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് എപ്പോഴും ഒരു ഇൻട്രോഗേറ്റീവ് മോഡിലായിരിക്കും. നീ വിശ്വസിച്ചിട്ടുണ്ടോ?
കാര്യം അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിഷയം, ദൈവമേ സത്യമായും ഞാനിത് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയണം. പക്ഷെ പറഞ്ഞാൽ ദൈവം ഏക്കത്തില്ല. അതാണ് കുഴപ്പം. സത്യമായും ഞാനിത് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ജ്ഞാനസാനമൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ജ്ഞാനസാനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, നമ്മൾ വിശ്വാസം പറയുന്നു അല്ലേ, പറയുന്നു. പക്ഷെ പറയുമ്പോഴുണ്ടാകുന്നൊരു പ്രോബ്ലം, അതിൻ്റെ ഒരു പ്രൈമറി ഘട്ടം മാത്രമാണ്. എന്താ കാര്യം? നമ്മൾ ജ്ഞാനസ്ഥാനത്തിലൂടെ വിശ്വാസം പറഞ്ഞാലും ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളതിനെക്കുറിച്ച് അറിയുമ്പോഴേ, മച്ചുവറാകുമ്പോഴേ നമ്മളത് പ്രാവർത്തികമാക്കുമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രാവർത്തികമാക്കിക്കൊള്ളാം എന്ന് നമ്മൾ ജാമ്യത്തിലാണ് നമുക്ക് ജ്ഞാനസ്ഥാനത്തിലൂടെ രക്ഷയുടെ കവാടം തുറന്നു തന്നിരിക്കുന്നത്. മനസ്സിലായ? കാരണം വിശ്വാസത്തിന് പറച്ചിൽ കൊണ്ട്, ഇപ്പം നീ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. അത് പറച്ചിലല്ലേ? അത് പറച്ചിലല്ലേ? നീ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അത് പറച്ചിലല്ലേ? അത് നിനക്ക് വേണ്ടി നിൻ്റെ മാതാപിതാക്കന്മാർ കുഞ്ഞുനാളിൽ അത് ഏറ്റുപറയുന്നു. പക്ഷേ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വചനം പ്രയോജനപ്പെടുന്നത് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്, പറയുന്ന ഓരോ വചനങ്ങളും നടപ്പിലാക്കുമ്പോഴാണ് അത് നമുക്ക് പ്രയോജനപ്പെടുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പ്രവർത്തിക്കുകയാണ്, പറച്ചിലിനല്ല. ഇവിടെയാണ് ഉടമ്പടി ലിഫ്റ്റ് ചെയ്യാൻ കാരണം. ഉടമ്പടി ഇത്ര പെട്ടെന്ന് 10,000 സാക്ഷ്യം പറഞ്ഞത് എന്തുകൊണ്ടാണ്? 10,000 സാക്ഷ്യങ്ങൾ. ഈ ട്രോള് എന്തുമാത്രം ഉള്ളത്? വല്ലതും നടക്കുമോ? ഒന്നും നടക്കത്തില്ല. കാര്യം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, കാര്യം കൃപാസനത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആധ്യാത്മിക അനുഭവമാണ്. അല്ലാതെ ആശയപരമായിട്ടുള്ള ഒരു വിഷയമല്ല. ദൈവത്തെ ഇതിലൂടെ അനുഭവിച്ചവർ ലക്ഷക്കണക്കിന് മനുഷ്യരുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല. എന്താണ്? ഇന്നെവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയോളജിയൊക്കെ എല്ലാം യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിന്ന് പരാജയപ്പെടും. എന്താ കാര്യം? അതാണ് അനുഭവം ജനങ്ങളുടെ. കാര്യം അനുഭവം എവിടുന്ന് വന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള സത്യാവസ്ഥയിലുള്ള സത്യസന്ധമായ സമർപ്പണത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് അനുഭവം ഉണ്ടാകുന്നത്. കൈയടിച്ച് കർത്താവിനെ ജ്ഞാനസ്ഥാനത്തിലൂടെ നീ അറിയാതെയോ മുതിർന്നപ്പോൾ പെസഹ സന്ധ്യയിൽ നീ അറിഞ്ഞോ ദൈവതിരുസന്നിധിയിൽ കൊടുത്ത നവീകരണങ്ങളുണ്ട്, വ്രതവാഗ്ദാനങ്ങളുണ്ട്, ജ്ഞാനസ്ഥാന വാഗ്ദാന നവീകരണങ്ങളുണ്ട്. അതിൻ്റെ സത്യസന്ധതയിലെ ഒരു റിസപ്റ്റീവ് മോഡലിൽ നിന്ന്, അതായത് നമ്മളത് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് അത് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നിനക്ക് ഉടമ്പടി അവസരങ്ങൾ നൽകുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇതിനെ മാനിക്കണത്. ദൈവം ഉടമ്പടിയെ മാനിക്കണതുകൊണ്ടാണല്ലോ നമുക്ക് സാക്ഷ്യം വരണത്. മാനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം സത്യസന്ധമായി. ഇപ്പം സത്യസന്ധമായി എന്ന് പറയാൻ കാര്യം എന്താണ്? ഇപ്പം യാക്കോബിൻ്റെ ലേഖനം 2:17 വായിച്ച് ശ്രുതികടെ യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പറഞ്ഞേ യാക്കോബ് 2:17 എന്താ പറയണത്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിർജീവമായിട്ടിരിക്കേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ ചൊല്ലിക്കൊണ്ട് നിർജീവമാക്കാൻ വേണ്ടി വിളിച്ചതല്ല. ഈശോ എന്തിനാ? യോഹന്നാൻ 10:10 എന്താ പറയണത്? ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞേ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. കൈയടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ മനസ്സിലാക്കണം, ഉടമ്പടി നിങ്ങൾക്ക് ജീവൻ നൽകുന്നു. പിന്നെന്താ ചെയ്യണത്? സമർത്ഥമായി നൽകുന്നത്. എന്താ കാരണം? വിശ്വാസം ചൊല്ലണ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റുകയാണ്. കാരണം എന്താണ്? അത് യാക്കോബ് 2:17 ആണ്. ഒന്നിന് വായിച്ചേ. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പറഞ്ഞേ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്.
അപ്പം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ വിശ്വാസത്തെ എന്താ പറ്റും? അത് നിർജ്ജീവമായിരിക്കും. ഈശോ വന്നത് എന്തിനാണ്? നിർജ്ജീവമായിരിക്കാനാണോ? അല്ല. അതെന്താണ്? ഞാൻ വന്നിരിക്കുന്നത്, യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അപ്പം ജീവൻ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണ്? ആ പ്രവൃത്തിയാണ്. കൈയിടിച്ച് കർത്താവിനെ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്തിൻ്റെ പ്രാർത്ഥനയാണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് അവൻ പറയണത് പോലെ ചെയ്യുവിൻ. അതാണ്. ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോഴേ കർത്താവിൻ്റെ മനസ്സ് സ്വപ്നം എന്താണ്? വചനം എല്ലാവരും നിവൃത്തിയാക്കിക്കൊണ്ട് ജീവൻ സമൃദ്ധിയിലേക്ക് വന്ന് മഹിമ പ്രാപിക്കണമെന്നുള്ളതാണ് നിത്യത വരിക. അതാണ് എൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈശോ പറഞ്ഞ ന്യായമുണ്ട്. എന്താണ് ഈശോ പറയണത്? എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്. ഞാനും ഒന്ന് പറഞ്ഞേ ആ വചനെടുത്തേ. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്. ഞാനും പ്രവർത്തിക്കുന്ന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. യോഹന്നാൻ 5:17 യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ പ്രവർത്തിക്കാൻ തന്നെയാണ് ഈശോയും നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇപ്പൊ കൃപാറോയുടെ സാക്ഷ്യം എന്താണ്? കൃപാറോയി എല്ലാം C+ അടിച്ചു, ഉടമ്പടി എടുത്തപ്പോൾ കുറച്ച് ഹൈക്ക് കിട്ടി. അപ്പോഴവൾക്ക് മനസ്സിലായി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാൽ കർത്താവിൻ്റെ ഈ വിഷയത്തിൽ ഇടപെടുമെന്നറിയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മെറിറ്റ് കുറവ്. ഇപ്പം നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു വിഷയം നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസമോ ചില സമയത്ത് അത് അഹന്തയായിട്ട് വരാം. ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പമുണ്ടേ. ആത്മവിശ്വാസം മൂത്ത് കഴിഞ്ഞാൽ അമ്പഴങ്ങ മൂക്കണ പോലെ ഇരിക്കും. അമ്പഴങ്ങ എപ്പോഴും നല്ലത് അല്ലേ? അതിന് ഇളം പ്രായത്തിലാണ് നല്ലത്. അല്പം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചകിരിയായി പോകും. ആത്മവിശ്വാസത്തിന് ഇതുപോലെ സംഭവിക്കും. ആത്മവിശ്വാസം നല്ലതാണ്, അല്പം അത് മൂത്ത് കഴിഞ്ഞാൽ ചകിരിയായി പോകും. എന്താണ്? അഹന്തയായി പോകും. അത് നിങ്ങൾ നോക്കണത് എല്ലാവർക്കും ഉള്ള കുഴപ്പം അതാണ്. അതായത് അത് അഹന്തയായി പോകും. അഹന്തയായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും പരിശുദ്ധാത്മ പ്രവർത്തിക്കത്തില്ല. അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഏതെങ്കിലും വിഷയത്തിലുള്ള ആത്മവിശ്വാസം അഹന്തയായി രൂപാന്തരപ്പെട്ട് എന്നിലെ ആത്മാവിന്റെ പ്രവർത്തനം പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ എന്നെ ഏറ്റെടുക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താ വിഷയം? ഉടമ്പടി മുഴുവനും വർക്ക് ചെയ്യണത് 80% കർത്താവിൻ്റെ വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത് പ്രവൃത്തി കൊണ്ടാണ്. അപ്പോഴേ കൃപാറോയി ഇപ്പോൾ എന്നാ ചെയ്യാൻ പോണത്? കൃപാജോയി കുറച്ച് ഹൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ മനസ്സിലാക്കി ഉടമ്പടിയുടെ വഴിയെ സഞ്ചരിച്ചാൽ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് അവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് ദൈവം അവളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുള്ള ആന്തരിക ബോധ്യം കിട്ടി. ഈ ആന്തരിക ബോധ്യം നിങ്ങളുടെ ഈ ഉടമ്പടി കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആന്തരിക ബോധ്യങ്ങൾ എപ്പോഴും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കളയണം. ഇപ്പോൾ എന്താണ് ഉള്ളിൽ സംഭവിക്കണത്? നെവിൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു. അയാളൊരു IT സയൻറ്റിസ്റ്റാണ്. അയാളൊരു പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്ന് അറിയാമോ? പരീക്ഷയ്ക്ക് തോറ്റു അയാൾ. അപ്പം ലൈഫ് പോയി ജോലി പോകുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അയാൾ പറയണത് എനിക്കത് ഫീൽ ചെയ്തില്ല എന്നാണ് പറയണത്. അതിന് പകരം എനിക്ക് ഹൃദയത്തിൽ സന്തോഷം തോന്നിയെന്ന്. ദാറ്റ് മീൻസ് ഈ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പം ദൈവമല്ല പ്രവർത്തനം, ജഡമാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിരാശ തോന്നും പരാജയം വരുമ്പോൾ.
അപ്പോൾ പരാജയം വരുമ്പോൾ നിങ്ങൾ നിരാശയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ജഡത്തിലാണ് ആയിരിക്കണമെന്ന്. ഈ ജഡം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കുകയും ഉടനെ നവീകരിച്ച് വിശുദ്ധീകരിച്ച് സുവിശേഷ ശുശ്രൂഷയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിതാക്കുകയും ചെയ്യുന്ന കാര്യം ഈ ജഡത്തിൻ്റെ കത്തിപ്പിടുത്തം ഒന്ന് നിർവീര്യമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നെ സംഭവിച്ചത്, ആ പരീക്ഷയ്ക്ക് തോറ്റു. ഇനി രസമുണ്ട്, ഇനി രണ്ടാമത്തെ പരീക്ഷ അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമാണ്. കാരണം ശമ്പളം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം 2.5 ലക്ഷം മറ്റെയാണ്. അത് പോയി കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, കുഞ്ഞുങ്ങൾ പട്ടിണിയാവും. അതായത് അതിങ്ങനെ ഒരു പ്രത്യേക ഗെയിമാണല്ലോ ഇന്നത്തെ ജീവിതമൊക്കെ മനുഷ്യനെ. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്ത പോക്കാണ്. പക്ഷേ ഈ പരീക്ഷ, രണ്ടാമത്തെ പരീക്ഷ അവസാനത്തെ ഓപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും. ഓരോ നിമിത്തങ്ങൾ സംഭവിക്കണ കണ്ടില്ലേ? അപ്പം നിങ്ങളുടനെ നാശം എന്ന് പറഞ്ഞ് ലോകത്തെയും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെയും പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന അവിടെ തന്തക്ക് വിളിച്ച് അവിടെ ഇരുന്ന് ഈ ജഡത്തിലുള്ള ആൾക്കാരുടെ ജഡത്തിൽ അങ്ങനെ ജഡം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഫലശൂന്യമാണ്. ആ വചനം എടുത്തേ, ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യോഹന്നാൻ 7-ാം അധ്യായത്തിൽ ആത്മാവാണ് ജീവൻ നൽകുന്നത്. 6:63 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 പറഞ്ഞോളൂ. യോഹന്നാൻ 6:63 യോഹന്നാൻ. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ ഈ ജഡം ഫലശൂന്യമാണ്. അപ്പൊ എന്താ സംഭവം? നമ്മൾ നമുക്കറിയാമല്ലോ, നമ്മൾ ജഡാരൂപിയിലാണ് നയിക്കപ്പെടുന്നതെങ്കിലേ ഉടമ്പടിയിലൂടെ വരുമ്പോൾ നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാര്യം സിമ്പിളി ഒരു പ്രാർത്ഥന ചൊല്ലണ ഒരവസ്ഥയിൽ നിന്ന് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് ജഡാരൂപിയിൽ നിന്ന് നമ്മൾ ദൈവാരൂപിയിലേക്ക് കൺവേർട്ടാകും. അതുകൊണ്ടാണ് ഈ നെവിൻ ജോസഫിൻ്റെ സാക്ഷ്യം കണ്ടില്ലേ? അയാൾ ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കുന്നത്. അമേരിക്കൻ ബാങ്കാണ്, IT സെക്യൂരിറ്റിയിലുള്ള വർക്ക് ചെയ്യുന്ന ആളാണ്. പുതിയ സോഫ്റ്റ്വെയറിനെതിരെയുള്ള പരീക്ഷയാണ്. അതിൽ നിന്ന് അല്പം മിസ്റ്റേക്ക് ഉണ്ടായാൽ അയാൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ഇറങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറ കയറും. അയാൾക്ക് ഇത്തിരി ഏജിൻ്റെ പ്രശ്നമുണ്ട്, 10-40 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കോർപ്പറേറ്റുകൾ അങ്ങനെയല്ല ചെയ്യണത്. ഇത്തിരി 40-35 കഴിഞ്ഞാൽ പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പുതിയ ടെസ്റ്റൊക്കെ ഇട്ട് നമ്മളെ പുറത്താക്കും. ടെസ്റ്റ് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പുറത്താക്കാൻ വേണ്ടിയാണ്, പുതിയ ചെറുപ്പക്കാരെടുക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ അയാളുടെ ലൈഫ് ഒരു ത്രെട്ടണിങ്ങിൻ്റെ സ്റ്റേജിലാണ്. അതിനിടയ്ക്കാണ് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് കറണ്ട് പോണത്. കറണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ജഡമാണ് നമ്മളെ നയിക്കണമെങ്കിലേ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ തന്തയ്ക്ക് വിളിക്കും. പരീക്ഷ ഹോളിൽ ചോദിക്കാമോ ജനറേറ്റർ വാങ്ങിക്കാൻ പറഞ്ഞാൽ ഇവനൊക്കെ ഇവിടുത്തെ പരീക്ഷയ്ക്ക് എടുത്തുകാർ ഇവനൊക്കെ ചുമ്മാ മനുഷ്യൻ്റെ ജീവിതം വെച്ച് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. പക്ഷേ ഈ മനുഷ്യൻ എന്താ ചെയ്യണത്? ഇയാളെ ജഡമല്ല നയിക്കണത്. അയാൾ പറയുന്നത് കറണ്ട് പോയപ്പോൾ ഞാൻ ജോമാർ ചെല്ലാൻ തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. കറണ്ട് വരുന്നവരെയുള്ള സമയമുണ്ടല്ലോ, ഒരു ജോമാർ ചെല്ലാനുള്ള സമയം തന്ന കർത്താവിന് നന്ദിയെന്ന്. ഇതാണ് ജഡത്തിൽ നിന്ന് മാറി ആത്മാവിലേക്ക് വരണം. കണ്ടാ, പെയ്തിറങ്ങുക, പുച്ഛം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് നിരാശപ്പെടുക, പെയ്ത് പെറുക്കുക, അതൊക്കെ ജഡാരൂപിയാണ്. ഈശോ എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും ഈശോ ചോദിക്കണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത്? അതാണ് വിഷയം. ആ സമരക്കാരുടെ കേസ് എടുത്താണ് ഈശോ പറഞ്ഞത്. 9:55 ടിപ്പണിയിലുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? ലുക്കാൻ്റെ സുവിശേഷം. അപ്പോഴേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മനുഷ്യനെ ഈ നെവിൻ ജോസഫിനെ നയിക്കണത് എന്താണ്? ജഡാരൂപിയല്ല, പിന്നെ എന്താണ്? പരിശുദ്ധാരൂപിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു വിപത്ത്. നമുക്ക് നീട്ടിരിക്കുമ്പോൾ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ തന്നെ ആൾക്കാർ തന്തയ്ക്ക് വിളിക്കും. അതല്ല പ്രശ്നം. ഇത് പരീക്ഷ ഓപ്ഷൻ ഇല്ലാത്ത ഒരു വിഷയം ഇടപെടുമ്പോഴാണ് കറണ്ട് പോണത്. ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ചെയ്യണത്? അവനുടനെ ഡിവൈൻ മെനുവിലേക്ക് ചെല്ലും, കർത്താവിൻ്റെ മേഖലയിലേക്ക്. അതാണ് ഇത് ആത്മാവിൽ നവീകരിക്കപ്പെട്ട ആളുള്ളൊരു ഗുണം. ഇതാണ് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യും. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ അത് ഉടനെ ആ ഒരു സമയം 0 ഹവറാണ്. കർത്താവുമായിട്ട് കണക്ട് ചെയ്യാൻ പരിശുദ്ധാത്മ പറയും, നൗ യു പ്രേ മൈ സൺ എന്ന് പറയും.
കറണ്ട് പോയതാണ് വിഷയം. പക്ഷേ നൗ യു പ്രേ മൈ സൺ, നീ എൻ്റെ ദൈവപൈതരെ നീ ഇപ്പോൾ പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു പക്ഷേ ഈ കറണ്ട് വരെ ഓഫ് ചെയ്തിരിക്കുന്ന കർത്താവായിരിക്കാം നിന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനും ഇപ്പം നിനക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അതുകൊണ്ട് നീ സ്തുതിക്കണമെന്ന് പറയും. അതാണ് ക്ലേശങ്ങൾ സ്തുതിക്കാൻ കഴിഞ്ഞാൽ നീ നിന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് നിശ്ചയമായും പറയാം. കൈയിടിച്ച് കർത്താവിനെ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ക്ലേശകാലങ്ങളിലുള്ള ഓട്ടോമാറ്റിക് പ്രെയർ ആരും പറഞ്ഞു തരാതെ, ആരും ഇപ്പം നിൻ്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥനാ സമയമാണെങ്കിൽ അല്ലെങ്കിൽ അമ്മ പറയണം എന്താണ് പ്രാർത്ഥനയാണ് തിരികെത്തിക്കുന്നത് പറയണം. അപ്പം നീ എന്താ പറയണത് തിരിച്ച്, ഞാൻ ഈ പാഠം കൂടി പഠിക്കട്ടെ എന്ന് പറയണേ. അപ്പോൾ ദൈവം എന്താ ചെയ്യേണ്ടത്, നീ കാലെ പിടിച്ച് നിലത്തിട്ടടിക്കണം. എന്താ കാര്യം, നീ ജഡാരൂപിലാണ് വർക്ക് ചെയ്യണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അഭിഷേകമാണിത്, ഒരു അഭിഷേകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജഡാരൂപിലാണെങ്കിൽ ഇനി തള്ള ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമില്ല, നാശം, എനിക്ക് പഠിക്കാനുള്ള സമയം ഒരു പേജ് കൂടി പഠിച്ചാൽ മതിയായിരുന്നു, ആ സമയം കിട്ടിയിരുന്നില്ല, ഇങ്ങനെ നിരാശപ്പെട്ട് അപ്പോൾ നീ വിചാരിക്കുക യു ആർ ഗൈഡഡ് ബൈ ദ വേൾഡ്ലി സ്പിരിറ്റ്. അങ്ങനെ അവിടെ അനുതാപപ്പെടണം. നമ്മൾ എപ്പോഴും സ്മിർനായിലെ സഭയ്ക്ക് എഴുതുമ്പോൾ നീ എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണം. നീ അനുതാപപ്പെടുക. സ്മിർനായിലെ സഭ വെളിപ്പാടിൻ്റെ പുസ്തകം. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. വെളിപാട് 3:2. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള അരൂപി ഡൈവേർട്ടായി പോയി ലോകാരൂപിയിലാണ്, എപ്പോഴും മടുപ്പ് തോന്നുന്നുണ്ട്, കർത്താവിൻ്റെ കാര്യങ്ങളോട് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ഗൈഡഡ് ബൈ ദി വേൾഡ് സ്പിരിറ്റ്. ഉടനെ തിരിച്ചു വരാനുള്ള മാർഗമെന്ന് പറയുന്നത് ഈ 3:2 വെളിപാട്. എന്താണ്? ആ വിഷയത്തെക്കുറിച്ച് അനുതപിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ലോകാരൂപിയാൽ നയിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിന്റെ നാമത്തിലെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ വചനത്തിന് അനപേക്ഷണീയമായി അനുദപിക്കുന്നു. കർത്താവേ, നടപടി 11:18 പ്രാർത്ഥിക്കുന്നു. ജീവപ്രാപ്തിക്കുള്ള എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അരൂപിയിൽ നിന്ന് അരൂപിയിലേക്ക് കൽപ്പിച്ചിരിക്കുന്നതെല്ലാം വെളിപാട് 3:2 പ്രവർത്തികള് പൂർത്തിയാക്കാനുള്ള കൃപയാൽ അഭിഷേകം ചെയ്യണമേ. ഈ അഭിഷേകത്തിൽ നിലനിൽക്കാനുള്ള ഒരു വകുപ്പും ഈ അനുതാപം തന്നെയാണ്. അനുതാപവും പ്രവൃത്തികളും. പ്രാർത്ഥന പോലും നിങ്ങൾ പ്രവൃത്തികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. മനസ്സിലായി? നമ്മൾ ചിലരുടെ പ്രാർത്ഥനയായിരിക്കാം, പക്ഷെ നിങ്ങൾ പറയേണ്ടത് ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് പറയണം. മനസ്സിലായേ? കൃപ ആർജിക്കാനുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യണം.
അത് ചൊല്ലണ ഒരു രീതിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് മാക്സിമം എന്തുമാത്രം കൺവേർഷൻ സംഭവിക്കുന്നു, അത് നമ്മുടെ ഉടമ്പടിയുടെ ലക്ഷ്യമാണ്. ചൊല്ലുന്ന ഇപ്പം തന്നെ ഈ കൃപാ റോയിയുടെ സാക്ഷ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ കേൾക്കുമ്പോൾ രസം വെച്ചാൽ അവൾക്ക് മനസ്സിലായി, ഏതായാലും ഉടമ്പടി അവൾക്ക് ഹൈക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾക്ക് പിന്നെ അത് ദൈവപ്രവർത്തനങ്ങളെ ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ് അല്ലേ. എൻ്റെ ഇപ്പോൾ 1 തിമോത്തി 2 തിമോത്തി 1:6 വായിച്ചേ. ശ്രുതികട്ടെ 2 തിമോത്തി 1:6 എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ചെറിയൊരു മിന്നലാട്ടം കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിജിലൻ്റ് ആകണം നമ്മൾ, അല്ലേ? ഒരു ചെറിയൊരു പ്രോഗ്രസ് ഉണ്ടായി, നമ്മുടെ വിഷയത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായി. അപ്പോൾ ഒരു പ്രോഗ്രസ് ഉണ്ടായാൽ ദൈവം അതർ എൻഡിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ദ പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് ഫീൽ ചെയ്യും, കർത്താവ് അതർ എൻഡിലുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോഗ്രസ് ദൈവത്തിൻ്റെ ഒരു സ്മെല്ലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കർത്താവ് സാന്നിധ്യം തോന്നിയാൽ പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ? പിന്നീട് അത് ഫാൻ ആൻഡ് ഫ്ലെയിംസ് വീശി കത്തിക്കണം, ഊതി കത്തിക്കണം. അപ്പോൾ അവളെന്താ ചെയ്തിരിക്കുന്നത്? അവൾ നേരെ കൃപാറോയി നേരെ ഇവിടെ വന്നിട്ട് ഒരു കെട്ടിന് പകരം 3 കെട്ട് പത്രവും മേടിച്ചിട്ട് പോയി. കൃപാസനം പത്രത്തിൻ്റെ പ്രത്യേകത എന്താ? അതിനെ ചൊല്ലിയല്ലേ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകണത്. ഇഷ്യൂസ് ഉണ്ടാകുമല്ലോ, ഞങ്ങൾ ശരിക്കും ഒരു 10,000 ഇഷ്യൂസ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആണ് ഈ കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം? എന്താ സംശയം? എത്ര MD ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് സർവൻസും ഒക്കെയാണ് പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് ഇത് വിതരണം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പള്ളിമുറ്റത്ത് ചെല്ലുമ്പോൾ ആരെങ്കിലും ഒരാളുണ്ടാവും. കേരളത്തിൻ്റെ 1000 പേരാണ് ഒരു ദിവസം ഇത് കൊടുക്കുന്നത്. അത് ഡിവൈഡ് ഓഫ് അവർ ഇൻ സ്റ്റാറ്റസ്. കാരണം ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് സ്റ്റാറ്റസ് ദി പ്രൊമോഷനിലാണ്. അതിൻ്റെ മക്കൾ കൃത്യമായിട്ട് എൻ്റെ മർമ്മം അറിയണം. എപ്പോഴും ഗ്രേസ്. നമ്മൾ ഉടമ്പടി ലക്ഷ്യം വെക്കണം എന്താ? ഉടമ്പടി ലക്ഷ്യം വെക്കണത് ഗ്രേസാണ്, നോട്ട് ബ്ലെസ്സിങ്സ്. ഉറപ്പല്ലേ? നമ്മൾ അനുഗ്രഹമല്ല, ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, പിന്നെ എന്താണ്? പവർ ഓഫ് ഗോഡ്, ഗ്രേസാണ്. ഗ്രേസാണ് നമ്മൾ ലക്ഷ്യം വെക്കണത്, അല്ലേ? നമുക്ക് വേണ്ടത് എന്താണ്? ഇന്ധനമാണ്. കറണ്ടില്ല ഒരു ഫാൻ കറങ്ങിയാൽ പോരാ. നമുക്ക് ഫാൻ കറങ്ങിയാൽ മാത്രം മതി പോരല്ലോ. നമുക്ക് മിസ്സി വർക്ക് ചെയ്യണം, പിന്നെ എന്താണ്? ലൈറ്റ് വർക്ക് ചെയ്യണം, അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മൾട്ടിപ്പർപ്പസ് ആകുമ്പോൾ ഒരിക്കലും നമ്മൾ ബ്ലെസ്സിങ്സിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് സിംഗിൾ ഓപ്പറേഷനാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണ്. ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് സിംഗിൾ ഓപ്പറേഷൻ ബ്ലെസ്സിങ്സ് അല്ല, അത് മൾട്ടിപ്പർപ്പസിൻ്റെ പവർ ഓഫ് ഗോഡിലാണ്, ദൈവിക ശക്തിയിലാണ്. അപ്പോൾ ദൈവിക ശക്തി ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. അതിലാണ് അതിൻ്റെ ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൊല്ലൽ മാറ്റിയിട്ട് ഉടമ്പടി എല്ലാ വിഷയങ്ങളും വാഗ്ദാനം പ്രാപിക്കാം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റേണ്ടത്. ചെയ്യുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കണത്? ചെയ്യുമ്പോൾ എന്ത് പറ്റും? പിതാവ് മഹത്വപ്പെടും. അപ്പോൾ പിതാവ് മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ യോഹന്നാൻ 12:26 ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 12:26 എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കണ്ടില്ലേ? വേറെ ആരും അനുഗമിക്കേണ്ടെന്ന് ഉറപ്പായില്ലേ? അല്ലേ? 1000 എത്രയും മാതാവ് ചെല്ലുന്ന ആൾക്കാർക്ക് ഇവിടെ പ്രസക്തിയില്ല. ചുമ്മാ ചൊല്ലിക്കൊണ്ട് ഇരുട്ടത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയും, അനുഗമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. ശുശ്രൂഷിക്കുക എന്നുള്ള വേറെ വിഷയമാണ്. കർത്താവ് കട്ടൻ്റെ പറഞ്ഞ കാര്യമാണ്. പ്രവൃത്തിയിലേക്കാണ് വന്നത്. പ്രാർത്ഥനയുടെ എണ്ണം കൂടുന്നതല്ല പ്രശ്നം. കർത്താവിൻ്റെ സുവിശേഷത്തിന് കർത്താവ് പറയുമ്പോൾ സമയത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എനിക്ക് സാക്ഷികളായിരിക്കും, ക്രിസ്തുവിന് സാക്ഷിയായിരിക്കും. ഇപ്പം കൃപാറോയി എന്താ പറയണത്? ഞാൻ ഈ പത്രം കൊണ്ട് നടന്ന് ഓരോ വീട്ടിലും കൊടുക്കും, അപ്പോഴൊക്കെ അവരെന്നെ പരിഹസിക്കും, കളിയാക്കും. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നും. മനസ്സിലായില്ലേ? ജഡാരൂപിയിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ അയ്യോ മനുഷ്യന്മാരെന്നാ വിചാരിക്കും.
മനുഷ്യന്മാരെന്നാ വിചാരിക്കും? ഈ പേടി പെണ്ണുങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, തലക്ക് പോസ്റ്റിലാണ്. എന്നാൽ പോയി ഊളംപാറ പോയി അഡ്മിറ്റ് ചെയ്യാൻ പറയും. ദാറ്റ്സ് ഓക്കെ, അതാണ് അവർ പറയത്തുള്ളൂ. പക്ഷേ ഇത് തന്നെയാണ് നാട്ടുകാരെ പറയണത്. ഈ പത്രം കൊണ്ടേ കൊടുക്കുമ്പോൾ പറയണത് അതാണ്. നിനക്ക് ഊളംപാറയിൽ പോയി വല്ല അഡ്മിഷൻ മേടിക്കാൻ പലതും ചോദിക്കൂ, അതാണ് സംഭവം. പക്ഷേ അതിന് ഇവൾ പറഞ്ഞ റെസ്പോൺസ് ഉണ്ട്. എന്താണ് റെസ്പോൺസ്? അത് കേട്ടപ്പോൾ എനിക്ക് ആ കർത്താവിൻ്റെ നാമത്തിൽ ഒരു പരിഹാസം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയെന്ന്. അങ്ങനെ സന്തോഷം തോന്നുന്നത് എങ്ങനെയാണത്? അപ്പോൾ അപ്പോസ്തലിക് ബ്ലെസ്സിങ്സ് ഓൾറെഡി അവൾക്ക് കിട്ടിയെന്ന് അർത്ഥം. 5:41 നടപടി പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. വായിച്ചേ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ നമുക്ക് അപമാനം സഹിക്കണമെങ്കിൽ ആകപ്പാട് ഒരു പ്രൊവിഷന് ക്രിസ്ത്യാനിക്ക് അപമാനം സഹിക്കാൻ ഈ ലോകത്ത് കർത്താവ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മൾ അപമാനം സഹിക്കണ വേറെ വല്ല കയ്യിരിപ്പ് കൊണ്ടാണ്, അതല്ല വിഷയം. ദൈവം അനുഭവിച്ചു തന്നിട്ടുള്ള സംഭവമുണ്ട്. നമ്മൾ അപമാനം സഹിക്കാൻ വേണ്ടി ദൈവം അനുഭവിച്ചു തന്നിരിക്കുന്നത് എന്താണ്? ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ നാമം. കൈയിട്ടിച്ച് കർത്താവ് എടുത്തു പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് സാക്ഷ്യങ്ങൾ നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠിക്കുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി